അക്കാദമിക് കമ്മിറ്റി ചെയർമാൻ സഖാവ് UP ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന EMS സ്മൃതി 2022 സെഷൻ 5 സ്വാഗതം പറയുന്നതിനായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് KV നഫീസയെ സാദരം ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലെ ബഹുമാന്യ വ്യക്തികളെ, മറ്റു സഖാക്കളെ, സുഹൃത്തുക്കളെ, EMS സ്മൃതിയോടനുബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ 1998 മുതൽ കഴിഞ്ഞൊരു വർഷമൊഴികെ എല്ലാ വർഷവും സ്ഥിരമായി നടത്തി വരാറുള്ളതാണ്. നമുക്കറിയാം, ഈ സ്മൃതി ജൂൺ 13, 14 തീയതികളിലായിട്ടാണ് കോസ്റ്റ് ഫോർഡും വർഗബഹുജന സംഘടനകളും പുരോഗമന പ്രസ്ഥാനവും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് നടത്തി വരുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പിന്നീട് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വിഷയാവതരണവും നടത്തുകയുണ്ടായി. ഇന്ന് 2ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്നിവിടെ പങ്കെടുക്കേണ്ടത് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള സഖാവ് വൃന്ദ കാരാട്ട്, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രൊഫസർ TN സീമ ഉൾപ്പെടെയുള്ളവരാണ്. അവർക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ വരാൻ കഴിയില്ല എന്നറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മുടെ ഈ പരിപാടി ഇന്ന് ഔപചാരികമായി ഓൺലൈനിൽ കൂടി നമ്മുടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത് ലോകം അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പ്രൊഫസർ പ്രഭാത് പട്നായിക്ക് 1998 മുതൽ എല്ലാ വർഷവും ഈ EMS സ്മൃതിയിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധം കാണിച്ചുകൊണ്ട് പങ്കെടുക്കുകയും നല്ല പ്രഭാഷണം നടത്തി തരികയും ചെയ്യുന്ന പ്രൊഫസർ പ്രഭാത് പട്നായിക്ക് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് നവ ഉദാരവൽക്കരണം ഒരു വിമർശനം എന്നതാണ്. അത് ഓൺലൈനിൽ കൂടി അദ്ദേഹത്തിന് അമേരിക്കയിൽ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് അമേരിക്കയിൽ പോയെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നിർബന്ധം പ്രകാരം തന്നെ എനിക്ക് പങ്കെടുക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഓൺലൈനിൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിന് ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ഡേവിസ് മാഷക്ക് ഒരു അസൗകര്യം വന്നുപെട്ടു. അധ്യക്ഷ സ്ഥാനത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പ്രിയപ്പെട്ട UP ജോസഫാണ്. UP ജോസഫിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാനും കൂടിയായ, നിങ്ങൾ ഇരിക്കുമ്പോൾ സ്വാഗതം പറയണല്ലോ, സഖാവ് നമ്മുടെ മന്ത്രിയും കൂടിയാണ്. ഞാൻ അതൊന്നും വിശദീകരിച്ച് പറയുന്നില്ല. സഖാവ് K രാധാകൃഷ്ണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ വർഗീസ് ഏട്ടൻ വേദിയിലുണ്ട്. വർഗീസ് ഏട്ടൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ കഴിഞ്ഞ 5 വർഷക്കാലം വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് നമ്മുടെ സ്കൂളുകളുടെയൊക്കെ പ്രവർത്തനത്തിൽ ശ്രദ്ധാലുവായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ മാഷ് പ്രൊഫസർ C രവീന്ദ്ര മാഷ് വേദിയിലുണ്ട്. അദ്ദേഹം അവതരിപ്പിക്കുന്നത് അധികാര വികേന്ദ്രീകരണം കേരള പാഠങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇവിടെ പ്രഭാഷണം നടത്തും. മാഷെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഈ പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തുന്നത് DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം നമ്മുടെ പ്രിയങ്കരിയായ ഗ്രീഷ്മ അജയഘോഷാണ്. ഗ്രീഷ്മ അജയഘോഷിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ സ്വാഗതം പറയേണ്ടത്, ഇന്നലെ തന്നെ നമുക്കറിയാം നമ്മുടെ പരിപാടി വളരെ നല്ല വിജയകരമായ രീതിയിൽ സമയത്തിന് തന്നെ കൃത്യം 9:30 മണിക്ക് തന്നെ ഇതിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തുകയുണ്ടായി. പല ആളുകൾക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ലാതെ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു.
ഇന്നിപ്പോൾ എന്തോ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നലെയും ഇന്നുമായി നമ്മുടെ ഈ പരിപാടിയിൽ സ്മൃതിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളെയും അതുപോലെ തന്നെ വർഗബഹുജന സംഘടനാ പ്രവർത്തകരെയും എല്ലാം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട UP ജോസഫിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. വേദിയിലെ ആദരണീയരെ, ഈ അവിസ്മരണീയമായ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, സഖാവ് EMS ഓർക്കപ്പെടുന്നത്, ചർച്ച ചെയ്യപ്പെടുന്നത് EMSൻ്റെ ആധുനിക കാലത്തിലേക്കുള്ള സൈദ്ധാന്തികവും രാഷ്ട്രീയവും സാഹിത്യപരവുമെല്ലാമായ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ മുൻനിർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും ഉയർത്തിപ്പിടിച്ച മാർക്സിസം കാലഹരണപ്പെട്ടതായുള്ള വലിയ ശക്തമായ കോലാഹലങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അത് ഉയർന്നു വരികയും ശക്തമായി അതിനെ ആശയപരമായ ഈടുറ്റ നിലപാടുകളിലൂടെ ചെറുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് നവ ഉദാരവൽക്കരണത്തിൻ്റെ, കോർപ്പറേറ്റിസത്തിൻ്റെ ഈ കാലത്ത് ഇസങ്ങളുടെ പരാജയവും അരാഷ്ട്രീയവും അരാജകത്വവും എല്ലാം പടർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ കൊണ്ടുപിടിച്ചു നടക്കുമ്പോൾ കൂടുതൽ ഈ മേഖലകളെ സംബന്ധിച്ചും അതിലെ സംഭാവനകളെ സംബന്ധിച്ചും ചർച്ച ചെയ്യുക എന്നതാണ് കരണീയം. സഖാവ് EMS സ്മൃതി, EMSൻ്റെ വേർപാടിൻ്റെ അടുത്ത വർഷം മുതൽ പലയിടങ്ങളിലും പല രീതിയിൽ നടക്കുന്നുണ്ട്. ശ്രദ്ധേയമായ നിലയിൽ തൃശ്ശൂരും മലപ്പുറത്തും സംഘടിപ്പിച്ചു വന്നിരുന്നു. ഈ വർഷം തിരുവനന്തപുരത്തെ EMS അക്കാദമിയിൽ 2 ദിവസത്തെ പരിപാടി സമാനമായ വിധത്തിൽ ഇന്നും നാളെയുമായി സംഘടിപ്പിക്കുന്നുണ്ട്. പതിവായി ഇവിടെയുള്ള ചില ആളുകൾ ഇന്നലെ ഒരു ദിവസം ഇവിടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരിൽ പോലും ചിലർ ഇന്ന് ആ പരിപാടിയിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സംഘാടനവുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ പോവുകയല്ല. അപ്പോൾ പരിപാടികൾ നിർദ്ദിഷ്ടമായ രീതിയിൽ നമുക്ക് നടത്താം. ചില ക്രമീകരണങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി വന്നിട്ടുണ്ട്. ഇന്നലെ ഉദ്ഘാടന സെഷൻ്റെ ഭാഗമായി നമ്മൾ ആദ്യത്തെ വിഷയമായി ഉദ്ദേശിച്ചിരുന്ന നവ ഉദാരവൽക്കരണം ഒരു വിമർശനം പ്രഭാത് പട്നായിക്കാണ്. ആ പരിപാടി ഇന്നലെ നടത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്ഥലത്തില്ലാത്ത കാര്യം ഇവിടെ സൂചിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ ഓൺലൈനിൽ ഈ പ്രഭാഷണം നടത്തുന്നുണ്ട്. 40-45 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ സെഷൻ അത് നമുക്ക് ഓൺലൈനിൽ കേൾക്കാം. നേരിട്ട് ഇപ്പോൾ നമ്മുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയാത്ത സ്ഥിതി ഉള്ളത് സഖാക്കൾ അതിനോട് സദയം സഹകരിക്കല്ലാതെ മാർഗമില്ല. മറ്റൊരു വിഷയം ഇന്ന് ഈ സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അധികാര വികേന്ദ്രീകരണം, കേരള പാഠങ്ങൾ. ആ വിഷയത്തിലും കൈകാര്യം ചെയ്യാൻ നിശ്ചയിച്ച ആളുകളിൽ മാറ്റമുണ്ട്. ഭാഗ്യവശാൽ ആ വിഷയത്തിൽ വളരെ ഗഹനമായി ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ കഴിയുന്ന, എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉള്ള രവീന്ദ്രൻ മാഷ് ആ വിഷയം സംസാരിക്കും. ഇവിടെ ഈ 2 ദിവസങ്ങളിൽ നടക്കുന്ന ഈ ഒരു പ്രക്രിയ കൂടുതൽ വിപുലപ്പെടുത്താൻ
ഇപ്പോൾ അപൂർവം ചില ഇത്തരം സമ്മേളനങ്ങളിലൂടെ നടത്തുന്ന ഈ പ്രക്രിയ രണ്ട് വിധത്തിലും വിപുലമാക്കേണ്ടതുണ്ട്. ഒന്ന്, CPIM-നെ സംബന്ധിച്ചിടത്തോളം CPIM അതിൻ്റെ പാർട്ടി അംഗങ്ങളിലൂടെ ഈ വലിയ തോതിൽ കടന്നുവരുന്ന കുത്തൊഴുക്ക് പോലെ കടന്നുവരുന്ന വലതുപക്ഷ ആശയ മലവെള്ളം പോലെ വരുന്ന ആ വലതുപക്ഷ ആശയ പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ആവശ്യമായ CPIM-ന്റെ അംഗങ്ങളെ ഈ സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട്, രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയ ധാരണയിലേക്ക് അത് ബലപ്പെടുത്തുക എന്നതൊരു ഭാഗം. രണ്ട്, ബഹുജനങ്ങളെ ഈ ബഹുജന വിദ്യാഭ്യാസത്തിന് കൂടി ഊന്നൽ നൽകിക്കൊണ്ട് ബഹുജനങ്ങളിലേക്ക് ഈ ആശയത്തെ എത്തിക്കുക. ഈ രണ്ട് നിലയിലുമുള്ള ദൗത്യം ഇത്തരം പഠന സംരംഭങ്ങൾക്ക് ഉണ്ട്. ആ സംരംഭം വർഷങ്ങളായി ഇവിടെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. കൂടുതൽ വിപുലീകരിക്കേണ്ടത് ആവശ്യമായി വരുന്നു. കാലഘട്ടത്തിൻ്റെ ആവശ്യം അതാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നടത്തുന്ന എന്നതിന് പകരം അതിന് നൈരന്തര്യമുണ്ടാകേണ്ടതുണ്ട്, അത് വികേന്ദ്രീകരിക്കപ്പെടേണ്ടതുണ്ട്, കൂടുതൽ പങ്കാളിത്തമുണ്ടാക്കേണ്ടതുണ്ട്. ആ ദിശയിലുള്ള ചർച്ചയും തീരുമാനങ്ങളും CPIM-ന്റെ സംസ്ഥാന സമ്മേളനം തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രായോഗിക നടപടികൾ ആരംഭിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ് ഇത്തവണ EMS അക്കാദമിയിലെ 2 ദിവസത്തെ പ്രത്യേക പരിപാടി. അത് ഇത്തരമൊരു സെമിനാർ എന്നതിനേക്കാൾ ഈ മേഖലയിൽ ഇടപെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പരിശീലന പദ്ധതി എന്ന നിലയിൽ കൂടിയാണ് അത് ആവിഷ്കരിക്കുന്നത്. സ്വാഭാവികമായും അതിൻ്റെ തുടർച്ച താഴെയെല്ലാം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഈ പ്രക്രിയ മുന്നോട്ട് പോകാനുള്ള ബാധ്യത നമുക്ക് ഉണ്ട്. കാലഘട്ടം വളരെ ഗൗരവമായി ഈ ചുമതല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നു മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇപ്പോൾ ആദ്യം സഖാവ് പ്രഭാതിൻ്റെ പ്രഭാഷണം ഓൺലൈനായി നമുക്ക് കേൾക്കാം. അതിനുവേണ്ടി ക്ഷണിക്കാം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പ്രൊഫസറും അറിയപ്പെടുന്ന ഇക്കണോമിസ്റ്റുമായ പ്രൊഫസർ പ്രഭാത് പട്നായിക് നവ ഉദാരവൽക്കരണം ഒരു വിമർശനം എന്ന വിഷയം ഓൺലൈനായി അവതരിപ്പിക്കുന്നു. വിഷയാവതരണത്തിൽ പങ്കാളികളാകുന്നതിന് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. Comrades and friends, I'm very grateful to the organizers for giving me this opportunity to pay my homage to Comrade Ems Smrithi. I shall take this opportunity to say a few words about the regime of globalization which has of late been dominating the world. I believe the essence of globalization is relatively free movement of goods, services, and capital, including finance, across country borders. Now, this was not always the case, especially after the Second World War. After the Second World War, under the Bretton Woods system, countries not only put high tariffs and quantitative restrictions to protect their domestic markets, but what is more, they also imposed capital controls, especially controls on financial flows. Now this changed in Europe in the 1970s, in Africa and Latin America in the 1980s, and in India in the 1990s. Now this basically meant that now commodities, goods and services of course, but capital and especially finance was relatively free to move across country borders. Now imagine the implications of this. If you have finance that can move across country borders, in other words, finance that is globalized, that is international, but you have nation states
that you have an Indian state, you have a state in Pakistan, you have a state in Poland, you have a state in Turkey, and so on, then we have a very peculiar situation of international finance confronting nation states. In such a situation, the nation states must, whether they like it or not, necessarily obey the dictates of international finance. The tendency of capital, especially big capital, to encroach upon the space occupied by small producers is now unleashed, is now free to manifest itself. Now, this basically means that liberalization and globalization, liberalization or neoliberal policies are just the economic policies associated with this phenomenon of globalization. That neoliberal policies now make it possible for big capital to squeeze, to get rid of, to supplant small producers and small entrepreneurs. Now, this is visible in very many different ways in our own country. We know that there has been a crisis of petty production, and the Bretton Woods institutions, the World Bank and the IMF and so on, which basically are spokesmen, advocates of big capital, big international capital, globalized capital, these also recommend to countries a set of policies whereby large capital would be finding it possible to take over the space occupied by small capital. Consider, for instance, this goods and services tax. For a very long time, the World Bank has been telling us that please introduce a goods and services tax. Now, the goods and services tax, to substitute for the sales tax that existed earlier and that gave a lot of revenue to the state governments, almost 80% of state government revenues came from sales taxation. If the goods and services tax substitutes for it, the idea is to have a uniform goods and services tax across the countries. In our country, we have uniform goods and services tax, but of course in 4 different slabs. The World Bank's idea was to have a completely uniform goods and services tax. But whatever you have, not only is it an encroachment on the rights of the state governments, which to some extent has now become opened because of the recent Supreme Court judgment, but what is more, the GST is really an encroachment on the rights of petty producers and the economic positions of petty producers. Let us say the Banarasi sari weavers in Banaras, whose saris were actually worn by brides all over India when they got married. They never paid any sales taxation earlier. But now you have a uniform GST that is applicable to all, and as a result, they have to now pay taxes. And what is more, they have to maintain complicated sets of accounts on which you have to spend a lot of money, and therefore the small producers get squeezed by this kind of taxation, which they are getting. And what is more, the peasantry, which for a very long time had been insulated from encroachment from the large capitalist sector. Large capitalist sector was not even allowed to enter into any relationship with the peasants, now enters into a relationship with the peasants, now directly enters into negotiations with the peasants, and of course encroaches upon the sphere of peasant production. It's true that the government, the Modi government had passed 3 farm laws that would have made it even more easy for big capital, for corporates to encroach upon peasant agriculture. Those laws have now been kept in abeyance because of the year-long peasant agitation. But that is what the tendency of neoliberalism is vis-a-vis peasants and petty producers, namely to open the way for them to be destroyed so that large capital
can actually encroach into the spaces they vacate, or can encroach into their realms in order to squeeze down the prices they get in order to get commodities cheaper and so on. It is well known, for instance, that ever since the beginning of neoliberal policies in India, the profitability of agriculture has been going down. Now, that is another way of squeezing the peasantry by the state in the interests of big capital, because the profitability of big capital is going up. What is more, even taxation of the very rich is being reduced. Corporate taxation is being reduced, so that post-tax profits are swelling in the hands of the corporates, but the peasantry's profitability has been going down. So one implication of the state promoting the spontaneous tendencies of capitalism is that there is an assault upon petty production, including on peasant agriculture. This has had very many obvious implications. One important implication is that large numbers of peasants, finding it unviable, of course we know all about the peasant suicides. No one talked about, there was never any talk about a peasant suicide before neoliberal policies came on the scene. One didn't hear of peasantry committing suicides in thousands. But on the other hand, since the introduction of neoliberalism, large numbers of peasants commit suicide, have committed suicides. One very obvious reasons why this happens is that, for instance, earlier you had the state entering the picture in order to provide remunerative prices to the peasants. Now you have the continuation, of course, of procurement prices and support prices only in the case of some food crops. But when it comes to cash crops, the entire system has been abandoned. Earlier you had the tea board, the coffee board, the rubber board, the coir board, all of them intervene whenever there was a price crash, and they bought up the peasants' produce at prices which were remunerative. Now the boards exist, but their marketing function is gone. As a result, they don't do market intervention. As a result, in years in which there is a crash in the price of coffee, let us say, internationally, then this coffee price crash immediately impacts the Indian coffee grower, because again, quantitative restrictions and tariffs on the import of coffee have been removed or substantially removed, because of which now the Indian prices are more or less moving in tandem, moving together with the world prices. So if there is a crash in the world prices, then you'd find the Indian coffee grower would be hit. Now, for all these reasons, the peasantry has been losing in terms of profitability, and large numbers of them have committed suicide because they get into debt. And when you get into debt and you can't pay back, then of course they commit suicide. But in addition, even leaving aside those who have committed suicide, about 400,000 peasants in the last 20 years or so, you find that large numbers of peasants have actually left agriculture. If you compare the 1991 census with the 2011 census, then you find that the number of cultivators has declined by 15 million. Now, some of them may have become agricultural laborers. As you know, the census classifies the agricultural population into cultivators and agricultural laborers. Some of them may have become agricultural laborers, but quite a number of them have shifted to the urban areas in order to look for jobs there. Therefore, the first kind of major social implication of neoliberalism is an assault on petty production, and of course the flocking of displaced petty producers to urban areas in the quest of jobs. Now let's look at the urban areas. In the urban areas, you find that because the economy is now open
to competition. There is relatively freer movement of goods and services. Therefore, you cannot protect yourself, and therefore, if the Chinese, for instance, have a lower price at which they can sell a good compared to Indian producers, then they can actually come and outcompete Indian producers. Likewise, other kinds of goods, if other countries can produce at a lower price, they come and outcompete Indian producers. Because of this, there is a real a rapid kind of tendency to introduce technological progress in order to lower costs. Earlier, you could produce with the same commodity for a very long time without introducing technological progress. But now you have to introduce technological progress. Now, if you introduce technological progress, which typically saves on labor costs, that is the nature of technological progress under capitalism, namely it saves on labor costs, then this technological progress tends to be labor displacing. Now, if you have, let us say, 5% GDP growth rate and you have 3% rate of growth of labor productivity because of technological progress, then the rate of growth of employment in the economy or in the capitalist sector would be this rate of growth of output minus the rate of growth of labor productivity. In this case, the rate of growth of employment would be 2%, 5 minus 3. If therefore you have, even though there is a rise in the GDP growth rate and a rise in the growth rate of output in the capitalist sector, if also you have a rise in labor productivity, in that case the rate of growth of employment in the capitalist sector slows down. As a matter of fact, it's quite interesting that in the pre-liberalization period, when we had GDP growth rates of about 4% per annum maximum, which many people sneeringly call the Hindu rate of growth because nothing changed about it. With that growth rate, the rate of growth of employment was 2% per annum. That means the rate of growth of labor demand was 2% per annum, which was filled by the rate of growth of employment. That was roughly the same as the rate of population growth, except for the fact that that also meant that the unemployed also continued to grow at the same rate. So it could not overcome the backlog of unemployment, but the rate of growth of employment was about 2% per annum. Since the introduction of liberalization, while GDP growth rate has presumably doubled from 4 to 8% per annum, you find that employment growth rate has halved from 2% to 1% per annum. That's because the rate of growth of labor productivity has increased quite significantly because of the introduction of competition. By the way, this is a point that not many people understand. We find, for instance, many political leaders saying that in India we must have higher rates of growth of labor productivity. But what they don't realize is that higher rates of growth of labor productivity for any given GDP growth are going to give rise to lower rates of growth of employment. Therefore, if overcoming unemployment is your social national objective, in that case, higher rate of growth of labor productivity across the spectrum is the wrong thing to do. You may have high rates of labor productivity growth in some sectors, but not everywhere. Because unless you control labor productivity growth, you cannot really promote the rate of growth of employment. By the way, Gandhiji was very aware of this. One of the reasons that he was not very keen on the introduction of rapid technological progress and wanted the old techniques to continue was because he was worried about unemployment, and unemployment is the root of poverty in countries like ours. So the first economic impact is, as I mentioned, the displacement, the squeeze, the crisis of petty producers. And the second is that the rate of growth of employment in the capitalist sector tends to slow down. When you put these two things together,
then the impact of neoliberalism is that there is a swelling of the reserve army of labor, not just in absolute numbers, but relative to the workforce. That more and more people in the workforce are become part of the reserve army, and the reserve army does not take the form of simply people remaining unemployed. It takes the form of a given amount of work being distributed among more people. So you find that there is an increase in underemployment, in part-time employment, in occasional employment, and so on. That's the way that now the workforce shows itself, which has very many important implications. One, of course, is the destruction of trade union strength, because if you have large numbers of casually employed people, then unionizing them is difficult. And secondly, any increase in unemployment, any increase in casualization means that even those who are unionized, if they demand high wages, in that case you would find that work would shift from them to those who are non-unionized, who are casual, and so on. So the rise in the reserve army of labor implies that on the one hand, those in the reserve army, they obviously don't get much of an income. And secondly, even those who are employed, who are even unionized, their bargaining strength falls and their wages don't rise. Therefore, since their wages don't rise, and you have a significant increase in labor productivity, there is a rise in the proportion of economic surplus in output. Economic surplus is the difference between what a laborer produces and what the laborer gets, and that is the economic surplus per laborer. And of course, you find that in output, economic surplus, the share of economic surplus rises. Now, this has very important implications. When you find one very obvious implication is that this is a source of inequality. Everybody from Piketty downwards has been talking about the fact that income inequality and wealth inequality have increased dramatically during the period of neoliberalism. In our own country, everybody knows that income inequality has increased dramatically in the period of neoliberalism. For instance, if you take the top 1% of the population and ask how much is the share of national income that this top 1% of the population was getting, then you find that this share now is higher than at any time in the past. As a matter of fact, these calculations are based on income tax data. Income tax was introduced in India in 1922, and since 1922 until now, the share of the top 1% in the national income is higher now than it has ever been, including in the period when you had Maharajas and so on before independence. So income inequality has increased quite dramatically, and the reason is precisely what I mentioned. The rise in economic surplus, the working people's incomes don't rise, peasants and petty producers witness a decline in their per capita incomes, and of course those who migrate to the cities bring down the incomes of the employed workers, and they themselves remain only partially employed. Therefore, taking the working population as a whole, there is a reduction in per capita income of the working population, of the peasants, workers, fishermen, craftsmen, petty producers, and so on. On the other hand, since GDP is growing, the amount of national income that accrues to the non-working population, the top 1%, 2%, 5%, is something that increases relatively to the national income. So income inequality grows quite significantly in the period of globalization, and that is something which we have been witnessing. But something else happens with it, and which finally we are beginning to see all over the world and in our own country. And that is the fact that, suppose you shift a rupee
from a poor man to a rich man, from a working man to a capitalist. In that case, the capitalist consumes less of this rupee than the poor man. The poor man would consume the whole of the rupee, he would go and spend all kinds of things. But the capitalist may consume half the rupee. And even that the capitalist may consume on imported goods. It doesn't generate employment domestically, or it doesn't generate demand for domestic products. Therefore, every such transfer of rupee from a poor man to a rich man, every increase in income inequality gives rise to a reduction, other things being the same, in the level of consumption demand and therefore in the level of aggregate demand. When there's a reduction in the level of aggregate demand, then of course you find that investment also tends to slow down. Therefore, there is a further reduction in the overall level of aggregate demand. Therefore, what you have is a tendency towards an overproduction crisis, a tendency towards stagnation in the economy, a tendency which is now manifesting itself. You see, this tendency, which should have been there from the beginning of neoliberalism, was kept in check because of the fact that there are various kinds of asset price bubbles which actually spuriously boosted people's wealth. They made people feel rich, bought all kinds of goods. If I suddenly feel very rich because I had spent, let us say, 2 rupees buying something which now is whose price now is 200 rupees, in that case I would feel I'm very rich. I'll go and buy a house, I'll buy a car, and so on. So if that is the case, then the asset price bubble gives rise to some stimulus to demand. And this is what happened particularly in the United States. In the 1990s, there was what is called a dot-com bubble. Basically, the prices of a whole lot of companies, the value of the shares of these companies went up sharply, and that again made people feel rich, and therefore there's larger consumption and larger investment. And then in the 1990s, there was a housing bubble. So sorry, in early 2000, in 1990s, there was a dot-com bubble. In early 2000, there was a housing bubble. Again, the prices of houses went up, because of which many people felt wealthy and splurged on buying things. Therefore, this demand was maintained. After the collapse of the housing bubble, there has been no similar bubble, and the overproduction crisis, the tendency towards stagnation, has really slowed down quite dramatically after 2008. As a matter of fact, even if you take, forget about the pandemic, even if you take the decade before the pandemic, that decade saw the slowest growth in the world economy, at least since the end of the Second World War. We don't have figures before that, but at least since the end of the Second World War, it was the slowest growth. And if you look at India now, in India now, this tendency towards stagnation is really manifesting itself with a vengeance. Forget again about the pandemic. You take the pre-pandemic year, 2019-20, and you take 2021-22, for which we have now got GDP figures. Private consumption, which means consumption of ordinary people, during the latter year has hardly increased compared to the earlier period. As a matter of fact, it has increased only by 1.5% in real terms, which basically means 0.7% increase. Therefore, you find that consumption has tended to stagnate. Similarly, investment increase, if you take those 2 years, is very small. And for all these reasons, you actually find that even the Indian economy is beginning to stagnate, beginning to slow down. When this happens, then of course, the working people were already suffering, even when the economy was growing rapidly, suffer even more. Because as I mentioned, when the economy was growing at 8% per annum GDP, employment was growing only at 1% per annum GDP, while the workforce was growing at 1.5% per annum. And therefore, you find that the workforce growth was greater than the employment growth. So far from
absorbing the entire increase in workforce, far from absorbing even those petty producers who had been coming to the cities in search of jobs. You found that actually the employment growth was abysmally low. Therefore, unemployment was increasing, except that it was in the form, as I said, of the reserve army, underemployment, casual employment, part-time employment, and so on. Now, with the crisis, if it is the case that you have, suppose you have 8% growth rate, and if you have 1% growth rate in employment, that basically means that your labor productivity is growing by 7%. Now, suppose the growth rate of GDP falls to 4%, in that case, the growth rate of labor productivity does not fall to zero. The growth rate of labor productivity also continues at a slightly lower rate. It may be, let us say, 4%. From 7, it may fall to 4%, because that competition continues. Competition for the market, competition because of relatively free exports, that continues as before. Therefore, you have the rate of growth of employment falling from 1 to 0, 1% to 0. So, the working people who suffered even when the economy was growing suffer even more when the economy stagnates. And this is, I'm within a neoliberal regime. This is exactly what is happening now. Everybody knows that in our country now, inflation has reached very high ratios. Wholesale price index is rising at 15% per annum. Even the consumer price index is rising almost at 8% per annum. Therefore, inflation is quite serious, and it is eroding the real wages of workers. And a substantial part of this inflation, apart from the Modi government's policies of jacking up petroleum prices, petrol prices, petro product prices, is imported inflation, because it's happening in the entire world, and this is something which also gets imported into our economy. In addition, unemployment has never been as high as it is today since independence. The unemployment rate today is higher than it has been at any time since independence. Therefore, the economic crisis, so neoliberalism, which enlarged inequalities, which increased poverty. I'll give you one figure for poverty. If you look at 1993-94, which is immediately at the time, around the time that neoliberal policies were introduced in India, the proportion of the rural population that could not access 2,200 calories per person per day, which is the norm for defining poverty in India, was 58%. If you look at 2011-12, the last year for which we have published data on on the National Sample Service, these are all NSS figures, that proportion has gone up to 68%, from 58 to 68. Similarly, you look at urban India, where the norm for defining poverty used to be 2,100 calories per person per day. The proportion falling below that in the earlier date was 57%. At the latter date, it was 65%. So poverty went up long before the pandemic. Poverty went up during the period that the world economy was growing, that the Indian economy was growing. But of course, with the stagnation in the world economy and in the Indian economy, now you have an accentuation of this growth of poverty. Now actually the working people are in a miserable condition. But on the other hand, what neoliberalism does is to create the conditions for an authentic worker-peasant alliance. Lenin had talked about the worker-peasant alliance, but that worker-peasant alliance he had talked about is because the working class supported the political demand of the peasantry for freedom from feudal oppression. But on the other hand, now you have a firm basis for the worker-peasant alliance, where the working class supports the peasantry not just
on political grounds, but the working class supports the peasantry because the working class's own living conditions are very closely bound up with the living conditions of the peasantry. The more the peasantry gets squeezed, the more it will migrate to cities, the more it will swell the reserve army of labor, and the more, therefore, even the best organized workers will find it difficult to raise their wages, and therefore you'd find that the rate of surplus value would go up still further. Therefore, the living standards of urban workers now are very closely linked to the living standards of the peasants and petty producers. This is a remarkable phenomenon which you had not seen in India in the earlier years. So the basis for a worker-peasant alliance gets strengthened, and at the same time, the way to start the economy, to revive the economy from the stagnation in which it is stuck, in which it is increasingly getting stuck, is for the government to enlarge expenditure, particularly its welfare expenditures, transfer payments and so on, by taxing the rich, especially I would say by wealth taxation. I shall end by giving only one calculation which I have made, and that calculation is the following. That suppose we think of these transfers, suppose we think of these welfare expenditures not as largest by the state, that the state is being generous and kind and so on and giving to the people some extra incomes. I believe the time has come for us to think of these as rights of the people, that the people must have a right to food, they must have a right to employment, failing which they must get full wages, they must have a right to quality universal health care, they must have a right to quality universal education. These would be, and they must have a right to old age pensions and disability benefits. Take these 5 basic rights, which would be justiciable, which therefore, like our fundamental political rights, they would be fundamental economic rights. Now, if we are going to finance these rights for every Indian, for every citizen of the country, then my calculation shows that just on the top 1% of the population, if you have a 2% wealth tax, and wealth tax has to be supplemented by an inheritance tax, a 2% wealth tax and a 1/3 inheritance tax, that if I am going to pass down 300 rupees of my wealth to my children, then 100 of these must be taken over by the state. This is true. This exists in all capitalist countries. In fact, even in the United States, in Japan and so on, inheritance tax is much higher than even this one-third I'm talking about. Japan has a 40% or 50% inheritance tax. Germany has a 40% inheritance tax. So just these 2 taxes, a 2% wealth tax and a 1/3, that means 33 1/3% inheritance tax, imposed on the top 1% of the population would be quite enough to finance the institutionalization of 5 fundamental rights for every citizen of the country. As I mentioned, right to food, employment, quality publicly funded healthcare, free publicly funded healthcare, quality free publicly funded education, at least up to the higher secondary level, and of course an old age pension, which is a living pension, and disability benefits. You can turn India into a welfare state if you could impose these 2 taxes, and that would also revive the economy. That will give a big boost to the economy. But the moment you do that, globalization would come in your way. Finance would begin to flow out of the country, and therefore you'd have to have capital control. Therefore, you would have to dissociate yourself from this web
of neoliberalism from the web of global financial flows. You have to take the country out of this. And of course, once you take the country out of this, imperialist countries are going to get after you, they are going to attack you, they are going to kind of squeeze you and so on. You have to be prepared for that. But if you are prepared for that by mobilizing the working people, by having a worker-peasant alliance, in that case we could turn this country into a welfare state. And of course, this is something that would mean getting out of neoliberalism, getting out of globalization. I have talked for a very long time. Thank you very much for your patience. അടുത്ത പ്രഭാഷണം അധികാര വികേന്ദ്രീകരണം കേരള പാഠങ്ങൾ എന്നതാണ്. പ്രൊഫസർ രവീന്ദ്രനാഥ്, നമ്മുടെ രവീന്ദ്ര മാഷ് ഇവിടെയുണ്ട്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അധ്യക്ഷൻ, സഖാക്കളെ, എംഎസ് സ്മൃതിയുടെ ഭാഗമായി വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ 3 പതിറ്റാണ്ടുകൾ എന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അധികാര വികേന്ദ്രീകരണം, കേരളത്തിൻ്റെ പാഠങ്ങൾ എന്നതാണ് വിഷയം. അധികാര വികേന്ദ്രീകരണം എന്നതിൻ്റെ നിർവചനം എന്താണ് എന്ന് നോക്കിക്കൊണ്ട് തന്നെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എംഎസ് അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് നിരവധി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ലഘുലേഖകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന നിർവചനം ഇതാണ്: നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ സർഗാത്മകമായ ജനാധിപത്യവൽക്കരണമാണ് അധികാര വികേന്ദ്രീകരണം. നിലവിലുള്ള ഭരണകൂടങ്ങൾ എന്ന് പറയുമ്പോൾ അധികാര വികേന്ദ്രീകരണം രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള ഭരണകൂടങ്ങളെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും. ഈ സർക്കാരുകളുടെ സർഗാത്മകമായ ജനാധിപത്യവൽക്കരണമാണ് അധികാര വികേന്ദ്രീകരണം. അതിനർത്ഥം നിലവിലുള്ള ഭരണകൂടത്തേക്കാൾ ജനാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടം രാജ്യത്ത് ഉണ്ടാവണം. നിലവിലുള്ള 2 ഭരണകൂടങ്ങളും ജനാധിപത്യ ഭരണകൂടങ്ങൾ തന്നെയാണ്. പക്ഷേ ലക്ഷക്കണക്കിന് മനുഷ്യരെ പ്രതിനിധീകരിച്ച് ഒരു ജനപ്രതിനിധിയാണ് അവിടെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്, നിയമനിർമ്മാണങ്ങളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യ ഭരണകൂടങ്ങളാണ്. അത്തരം ഭരണകൂടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് നേരിട്ട് നയരൂപീകരണത്തിലും പദ്ധതി നിർവഹണത്തിലും പങ്കെടുക്കാൻ കഴിയുന്ന സർഗാത്മകത നിറഞ്ഞ ഭരണകൂടം ഉണ്ടാകണം. അതാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ലക്ഷ്യം. ആ ഭരണകൂടം ഉണ്ടാക്കാൻ പറ്റുന്നത് താഴെ തട്ടിലാണ് എന്ന് കേരളം മാത്രമാണ് ആദ്യമായി തിരിച്ചറിഞ്ഞത്. അതിന് അധികാര വികേന്ദ്രീകരണ നിയമങ്ങളെ ഉപയോഗിച്ചതും കേരളമാണ്. അങ്ങനെയാണ് കേരളം താഴെത്തട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സൃഷ്ടിച്ചത്. ഇന്ത്യയിൽ മറ്റ് ഒരു സംസ്ഥാനത്തും ഇത്തരം ഒരു സർഗാത്മക ജനകീയ ജനാധിപത്യ പ്രക്രിയ നടത്തിയിട്ടില്ല. ഇവിടെ മാത്രമാണ് നടന്നത്. അത് നേരത്തെ എംഎസ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ താഴെത്തട്ടിൽ ഭരണകൂടമുണ്ടാകണം, ജനാധിപത്യ ഭരണകൂടമുണ്ടാകണം എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ്. ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളിയാവാൻ കഴിയണം. ഇതാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സൈദ്ധാന്തികമായ വിശദീകരണം. ആഗോളവൽക്കരണം എന്താ? ഇന്നലെ സഖാവ്
സീതാറാം യെച്ചൂരിയും ഇപ്പോൾ ശ്രീ പ്രഭാത് പട്നായിക്കും എല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ അതിൻ്റെ നിർവചനം ഇങ്ങനെയാണ്: ഗ്ലോബലൈസേഷൻ ഈസ് നത്തിങ് ബട്ട് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ ഫിനാൻസ് ക്യാപിറ്റൽ എന്നാണ്. അതായത് ആഗോളവൽക്കരണം എന്നാൽ ധനമൂലധനത്തിൻ്റെ സർവാധിപത്യമാണ്. സാമ്രാജ്യത്വം അക്കാലത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മറികടക്കുവാൻ മുന്നോട്ട് വെച്ച സാമ്പത്തിക നയങ്ങളാണ് ഇത്. മാർഗരറ്റ് താച്ചറും റൊണാൾഡ് റീഗനും ഇങ്ങനെ ഒരാശയം മുന്നോട്ട് വെച്ചു. അതുവരെയുണ്ടായിരുന്ന കെയ്ൻസിൻ്റെ സാമ്പത്തിക സിദ്ധാന്തങ്ങളെ മറികടന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ വളർത്തുവാൻ ഫിനാൻസ് ക്യാപിറ്റലിനെ വളർത്തണം എന്ന് ചിന്തിച്ചു. ഫിനാൻസ് ക്യാപിറ്റലിനെ വളർത്തിയാൽ മാത്രം പോരാ, ഫിനാൻസ് ക്യാപിറ്റൽ ആധിപത്യം സ്ഥാപിക്കണം. അങ്ങനെ വീണ്ടും കോളനീകരണത്തിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. പക്ഷേ പഴയതുപോലെ രാജ്യങ്ങളിൽ ചെന്ന് കീഴടക്കി വെട്ടിപ്പിടിച്ച് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇനി കഴിയില്ല. അതുകൊണ്ട് പരോക്ഷമായി എന്നാൽ പ്രത്യക്ഷമായി ധനമൂലധനത്തെ നേരത്തെ ശ്രീ പ്രഭാത് പട്നായിക് പറഞ്ഞ പോലെ ബോർഡറുകൾ ക്രോസ് ചെയ്തെത്തിച്ച് അതിൻ്റെ ആധിപത്യം സ്ഥാപിച്ച് ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തിൻ്റെയും ആധിപത്യം ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ കയ്യിൽ വന്ന്, ഫിനാൻസ് ക്യാപിറ്റലിലെ കടിഞ്ഞാൻ സാമ്രാജ്യത്വത്തിൻ്റെ കയ്യിൽ വന്ന് ലോകത്തിൻ്റെ ആധിപത്യം സാമ്രാജ്യത്വത്തിന് കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് ആഗോളവൽക്കരണം. അതൊരു സാമ്പത്തിക പദ്ധതിയാണ്. അതുകൊണ്ട് അതിനെ ധനമൂലധനത്തിൻ്റെ സർവാധിപത്യം, സാമ്രാജ്യത്വത്തിൻ്റെ സർവാധിപത്യം, സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ നിർമ്മാണം എന്നൊക്കെ അതിനെ പറയാം. പക്ഷേ ഇവിടെ നമ്മൾ വിഷയം ആഗോളവൽക്കരണത്തിൻ്റെ 3 പതിറ്റാണ്ടുകളാണ്. ഇന്ന് ആ നിർവചനത്തിന് അല്പം മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കേരള പാഠങ്ങൾ ഇന്ന് നാം വിശകലനം ചെയ്യുമ്പോൾ വർത്തമാനകാലത്ത് ആഗോളവൽക്കരണത്തിലുണ്ടായ മാറ്റങ്ങൾ എന്ത് എന്ന് കൂടി തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ധനമൂലധനത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ശ്രമിച്ച് 2 പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും അത് അസാധ്യമാണ് എന്ന് മുതലാളിത്തം കണ്ടു. ജോസഫ് സ്റ്റിഗ്ലിറ്റ്സ് എന്ന മുതലാളിത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തന്നെ ദ ഡിസ്കണ്ടൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതായത് ഗ്ലോബലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ഡിസ്കണ്ടൻസ് എന്ന പുസ്തകം എഴുതി. ആഗോളവൽക്കരണം അതിൻ്റെ നിരാശകളും, അത് സാമ്രാജ്യത്വത്തിൻ്റെ നിരാശയാണ്, മുതലാളിത്തത്തിൻ്റെ നിരാശയാണ്, മൂലധനത്തിൻ്റെ നിരാശയാണ്. ഫിനാൻസ് ക്യാപിറ്റലിലൂടെ അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നില്ല. അതിലൂടെ അസമത്വം വർദ്ധിക്കുന്നു, ഇടതുപക്ഷ ആശയങ്ങളുടെ വളർച്ചയ്ക്ക് സാധ്യതയൊരുങ്ങുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലവസരങ്ങൾ കുറയുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ദാരിദ്ര്യം വർദ്ധിക്കുന്നു. അതെല്ലാം വർഗപരമായ കൂട്ടുചേരലിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു, വർഗസമരത്തിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു. അസമത്വം വർഗസമരത്തിലേക്ക് നയിക്കുന്ന നിരവധി വഴികൾ കാണുന്നു. അതുകൊണ്ട് ഇനി ആഗോളവൽക്കരണത്തിന് പുതിയൊരു ദിശ വേണമെന്ന് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം സാമ്രാജ്യത്വം തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായി പുതിയ തലങ്ങളിലേക്ക് ആഗോളവൽക്കരണം പോവുകയാണ്. അതനുസരിച്ച് കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണവും മാറണം എന്ന് അർത്ഥം. ഇന്നത്തെ നിർവചനം പൂർണ്ണമായി നിർവചനമായിട്ട് വന്നില്ലെങ്കിലും സാങ്കല്പികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഫിനാൻസ് ക്യാപിറ്റൽ ആധിപത്യം എന്നുള്ളതിൽ നിന്ന് അല്പാൽപമായിട്ട് അറിവ് എന്ന മൂലധനത്തിൻ്റെ ആധിപത്യം എന്നതിലേക്ക് മാറുകയാണ്. ജ്ഞാനം എന്ന മൂലധനത്തിൻ്റെ ആധിപത്യത്തിലേക്ക് മാറുകയാണ്. നോളജ് ഇക്കോണമി എന്ന രീതിയിലേക്ക് ഗ്ലോബലൈസേഷനിലൂടെ ഉണ്ടായ ഇക്കോണമി മാറുകയാണ്. ജ്ഞാന സമ്പദ് വ്യവസ്ഥ എന്ന് മലയാളത്തിൽ പറയുന്ന സമ്പദ് വ്യവസ്ഥയിലേക്ക് ഇക്കോണമി മാറുകയാണ്. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആഗോളവൽക്കരണത്തിലുണ്ടായ മാറ്റം അതാണ്. ഫിനാൻസ് ക്യാപിറ്റലിലൂടെ ചൂഷണത്തിൻ്റെ സാധ്യത മുഴുവൻ മുതലാളിത്തം പരീക്ഷിച്ചിട്ടും സാമ്രാജ്യത്വവും മുതലാളിത്തവും പ്രതിസന്ധിയിലേക്ക് വരികയാണ് ചെയ്തത്. ഗുരുതരമായ പ്രതിസന്ധി. ദ ഗ്രേറ്റ് ഡിവൈഡ് എന്ന പുസ്തകം പോലും ജോസഫ് സ്റ്റിഗ്ലിറ്റ്സിന് എഴുതേണ്ടി വന്നു. ദ ഗ്രേറ്റ് ഡിവൈഡ്, ലോകത്ത് വലിയ അസമത്വം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ചൂഷണം വർദ്ധിപ്പിക്കുവാൻ ശ്രമിച്ച് വീണ്ടും അത്
അപകടത്തിലെത്തിച്ചേർന്ന് സാമ്രാജ്യത്വം പ്രതിസന്ധിയിലാണ്, മൂലധനം പ്രതിസന്ധിയിലാണ്. അതിനെ മറികടക്കാൻ വീണ്ടും മുതലാളിത്തം ചൂഷണത്തെ വർദ്ധിപ്പിക്കാൻ തന്നെയാണ് തയ്യാറാകുന്നത് എന്നുള്ളതാണ് അപകടം. എന്നും മുതലാളിത്തം പ്രതിസന്ധിയെ മറികടക്കാൻ ചൂഷണത്തെ വർദ്ധിപ്പിക്കാനാണ് ശ്രമിച്ചത്. ചൂഷണം വർദ്ധിപ്പിക്കും തോറും അസമത്വം വർദ്ധിക്കും. അസമത്വം വർദ്ധിക്കും തോറും ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയും. ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറഞ്ഞാൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കുറയും. അതോടെ കമ്പോളം തകരും. ആ തകർച്ചയാണ് ചരിത്രത്തിൽ മുഴുവൻ കണ്ടിട്ടുള്ളത്. അത് വീണ്ടും ഇതാ മറ്റൊരു രീതിയിൽ ഉണ്ടാകാൻ പോകുന്നു. ഫിനാൻസ് ക്യാപിറ്റലിലൂടെ വീണ്ടും ആ അസാധ്യമായത് തെളിഞ്ഞു വന്നപ്പോൾ അതിനേക്കാൾ അമൂർത്തമായ, അതിനേക്കാൾ അദൃശ്യമായ, അതിനേക്കാൾ ചൂഷണ ശക്തിയുള്ള, അതിനേക്കാൾ ഷാർപ്പായ പുതിയ മൂലധനത്തിലേക്ക് സാമ്രാജ്യത്വം വരികയാണ്. അത് അറിവാണ്, ജ്ഞാനമാണ്, അമൂർത്തമാണ്, അദൃശ്യമാണ്, ചൂഷണ സാധ്യത കൂടുതലാണ്. അങ്ങനെ വീണ്ടും ആധിപത്യം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വത്തിന് കഴിയുമോ എന്ന് ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ എംഎസ് സ്മൃതി നടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. വലിയൊരു ടേണിംഗ് പോയിന്റിലാണ്, ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലാണ്, ഒരു സംക്രമണ ഘട്ടത്തിലാണ് ലോകം നിൽക്കുന്നത്. ജ്ഞാനവ്യവസ്ഥയിലേക്കുള്ള മാറ്റം, IT അധിഷ്ഠിതമായിട്ടുള്ള വിവരസാങ്കേതികാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും മറ്റൊരാഗോളവൽക്കരണമാണ്. ബോർഡർ ക്രോസ് ചെയ്ത് ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് ശ്രീ പ്രഭാത് പട്നായിക് കൂടെ പറഞ്ഞതുപോലെ അത് അറിവിൻ്റെ കുത്തകയുടെ മൂവ്മെൻറ്റിലേക്ക് മാറുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് 12 വർഷ അല്ലെങ്കിൽ 30 വർഷക്കാലത്തെ ആഗോളവൽക്കരണം അധികാര വികേന്ദ്രമായി ബന്ധിപ്പിക്കുമ്പോൾ ഈ കാര്യം കൂടി കണക്കിലെടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ അധികാര വികേന്ദ്രീകരണത്തിനും മാറ്റങ്ങൾ ഉണ്ടാകണം. ശരി, ഈ പറയുന്ന ആധിപത്യത്തിന് മൂലധനത്തിൻ്റെ ഫിനാൻസ് ക്യാപിറ്റലായാലും ജ്ഞാനമൂലധനമായാലും എന്തായാലും ഈ ആധിപത്യത്തിന് അവർ ശ്രമിക്കുമ്പോൾ സാമ്രാജ്യത്വം ഉദ്ദേശിക്കുന്നത് കമ്പോളത്തിൻ്റെ വികാസമാണ്. കമ്പോളത്തിൻ്റെ വികാസം. ഇന്നലെ സഖാവ് സീതാറാം പറഞ്ഞു, ഇന്ന് പ്രഭാത് പറഞ്ഞു, കമ്പോളം വളരണം എങ്കിൽ മൂലധനം അല്ലെങ്കിൽ സാമ്രാജ്യത്വം ഉദ്ദേശിക്കുന്നത് ഭരണകൂടം പിൻവലിയണം എന്നുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ പിന്മാറ്റമാണ് കമ്പോളത്തിൻ്റെ വളർച്ചയ്ക്കുള്ള വഴി. അവർ കണ്ടെത്തിയ രീതിശാസ്ത്രം അതാണ്. അങ്ങനെ ആയിരുന്നോ അതിനു മുമ്പ്? അല്ല. കെയ്ൻസ് എന്ന് പറഞ്ഞ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറഞ്ഞത് സർക്കാർ ഭരണകൂടം, സർക്കാർ കമ്പോളത്തിൽ ഇടപെടണം. കമ്പോളത്തിൽ ഇടപെട്ട് ജനങ്ങളിൽ പണം എത്തിച്ച് അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് കമ്പോളത്തെ വളർത്തണം. ഇതായിരുന്നു കെയ്ൻസിൻ്റെ നിർദ്ദേശം. പക്ഷെ അതിനു മുമ്പ് ആഡം സ്മിത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആഡം സ്മിത്താണ് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ പിതാവ് എന്ന് തന്നെ പറയാവുന്ന അർത്ഥശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞത് സ്വതന്ത്ര കമ്പോളത്തെയാണ് വളർത്തേണ്ടത്, ഭരണകൂടം ഇടപെട്ടിട്ടല്ല എന്നാണ്. അതുകൊണ്ട് 2 തരത്തിലുള്ള ചിന്തയാണ്. ഒന്ന്, സ്വതന്ത്ര കമ്പോളത്തെ വളർത്തുക, ആരും ഇടപെടാതെ തന്നെ കമ്പോളം വളരുക. 2, കെയ്ൻസ് പറഞ്ഞത് ഭരണകൂടം ഇടപെട്ടുകൊണ്ട് കമ്പോളത്തെ വളർത്തുക. ഇത് രണ്ടും മുതലാളിത്തം പരിശോധിച്ചു, രണ്ടിലും മുതലാളിത്തം തകർന്നു. 2 രീതിയിലും തകർന്നു. അപ്പം ഭരണകൂടം ഇടപെടരുത് എന്ന് പറഞ്ഞതും ഭരണകൂടം ഇടപെടണം എന്ന് പറഞ്ഞു 2 തരത്തിലുള്ള കമ്പോളങ്ങളും തകർന്നപ്പോൾ 70കളിൽ മാർഗരറ്റ് താച്ചർ, റൊണാൾഡ് റേഗനും മുന്നോട്ട് വെച്ച തിയറിയാണ് ഭരണകൂടം പിൻവലിയണം, ഭരണകൂടം പിൻവലിഞ്ഞ് സ്വതന്ത്ര കമ്പോളത്തെ വളർത്തണം. അങ്ങനെ വളർത്തിയാൽ മാത്രം പോരാ, ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും മൂലധനം പ്രൊഡക്റ്റീവ് സെക്ടറിൽ നിന്നും ഫിനാൻസ് സെക്ടറിലേക്ക് പോകണം. അതെല്ലാം പ്രഭാതിപ്പോടെ പറഞ്ഞു. അതുകൊണ്ടാണ് തൊഴിലവസരങ്ങൾ കുറയുന്നത്, അതുകൊണ്ടാണ് ദാരിദ്ര്യം കൂടുന്നത്, സമ്പത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. GDP വളരുമ്പോഴും ദാരിദ്ര്യത്തിൽ 104ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. GDP വളരും തോറും ഇന്ത്യ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ 135ാമത്തെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ദാരിദ്ര്യം വളരുന്നു, അതുപോലെ തന്നെ ഹ്യൂമൻ ഇൻഡെക്സ് അതിൽ പുറകോട്ട് പോകുന്നു. EPI എന്ന് പറഞ്ഞ പാരിസ്ഥിതിക അളവുകോലുകൾ വെച്ച് EPI അളന്നു നോക്കിയപ്പോൾ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ 180ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. 180ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഒരെണ്ണം പോലും ഇന്ത്യക്ക് അല്ല താഴെ കാണിക്കാനില്ല. ലോകരാജ്യങ്ങളിൽ 180ാമത്തെ രാജ്യങ്ങളിൽ 180ാമത്തെ പൊസിഷനിലാണ് ഇന്ത്യ നിൽക്കുന്നത് പാരിസ്ഥിതിക മൂല്യങ്ങളിൽ. EPI എന്ന് പറയുന്ന പാരിസ്ഥിതിക പ്രവർത്തന സൂചിക എന്ന് പറയുന്നതിൽ നമ്മൾ 180ാമത്തെയാണ്. പക്ഷെ അപ്പോഴും 8.7% ഗ്രോത്ത് റേറ്റ് ഉണ്ട്. BJP പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് ഇന്ത്യ വളരുന്നു എന്നുള്ളതാണ്.
അതിന് അവർ ഉപയോഗിക്കുന്ന ഉപകരണം GDP ഗ്രോത്ത് റേറ്റ് ആണ്. 8.7% വളരുന്നു. ശരിയാണ്. ഇന്ത്യയിലെ വലിയ പണക്കാർ മാത്രം വളരുന്നു, പാവപ്പെട്ടവർ തൊഴിലില്ലാത്തവരും ഭക്ഷണമില്ലാത്തവരായിട്ട് മാറുന്നു. പക്ഷേ ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന GDP വളരുകയും ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കമ്പോളത്തെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ട് സ്വതന്ത്ര കമ്പോളത്തെ വികസിപ്പിക്കുക എന്നുള്ളതാണ് മുതലാളിത്തം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള വഴി ഗ്ലോബലൈസേഷനിലൂടെ അവർ കണ്ടെത്തിയത് ഭരണകൂടം പിൻവലിയുക എന്നുള്ളതാണ്. ഈ ആശയത്തിൻ്റെ വ്യക്തതയിൽ നിന്നാണ് ബദൽ എങ്ങനെ രൂപീകരിക്കാം എന്ന ചിന്ത ഉണർന്നത്. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇവിടെ എങ്ങനെ ബദലുണ്ടാക്കാം? ബദലുണ്ടാക്കാൻ ഒരു വഴിയുള്ളൂ. മുതലാളിത്തം ഭരണകൂടത്തോട് പിൻവലിയാൻ പറഞ്ഞ് സ്വതന്ത്ര കമ്പോളത്തെ വളർത്തി ഫിനാൻസ് ക്യാപിറ്റൽ വളർത്താൻ പറയുമ്പോൾ അതിൻ്റെ ബദൽ എന്ന് പറയുന്നത് യഥാർത്ഥ ബദൽ എന്നിവിടെ ചോദ്യം ചോദിച്ചു മറ്റേ സീതാറാമനോട്. സോഷ്യലിസമാണ് എന്ന് ശരിയാണ്. സോഷ്യൽ സമ്പദ് വ്യവസ്ഥ തന്നെയാണ്, വേറെ ബദലില്ല. പക്ഷേ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കാൻ ഒരു ബദൽ ആലോചിച്ചാൽ, അതിനുവേണ്ടി ശ്രമിച്ചാൽ അതെങ്ങനെയാവണം? ഇതിൽ നിന്ന് വ്യക്തമാണ് ഭരണകൂടം പിൻവലിയരുത്, ഭരണകൂടം ഇടപെടണം. ഭരണകൂടം ഇടപെട്ട് കഴിഞ്ഞാൽ ഫിനാൻസ് ക്യാപിറ്റലിലെ വളർച്ചയുടെ സാധ്യത കുറയും. ഫിനാൻസ് ക്യാപിറ്റൽ വളർച്ചയുടെ സാധ്യത കുറഞ്ഞാൽ തൊഴിലവസരങ്ങൾ അല്പാൽപ്പമായിട്ട് മെച്ചപ്പെടും. കാരണം ഫിനാൻസ് ക്യാപിറ്റൽ പ്രവർത്തിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലും റിയൽ എസ്റ്റേറ്റിലുമാണ്. ഭൂമിയെയും എല്ലാത്തിനെയും ചരക്കാക്കി മാറ്റുകയാണ്, വെള്ളത്തിനെയും വായുവിനെയും ചരക്കാക്കി മാറ്റുകയാണ്. അതിൻ്റെ സാധ്യത കുറയ്ക്കണമെങ്കിൽ ഭരണകൂടം ഇടപെടണം, ജനകീയ ഇടപെടൽ വേണം. ആ ജനകീയ ഇടപെടലിലൂടെ പൊതു സംവിധാനങ്ങൾ നിലനിർത്തിക്കൊണ്ട്, സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണത്തിൻ്റെ സാധ്യതകൾ നിലനിർത്തിക്കൊണ്ട്, കുറേ ഉൽപ്പാദനത്തെ നിലനിർത്തിക്കൊണ്ട്, തൊഴിലവസരങ്ങളെ നിലനിർത്തി ഈ ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ താല്പര്യത്തിനെതിരായ ഒരു സമ്പദ് വ്യവസ്ഥ വികസിപ്പിച്ചെടുക്കണം. ഇതാണ് ബദൽ, ഇതാണ് കൃത്യമായ ബദൽ. ആ ബദൽ എങ്ങനെ അധികാര വികേന്ദ്രീകരണത്തിലൂടെ നടപ്പിലാകുന്നു എന്നുള്ളത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തിൽ ഭരണഘടനാ മാറ്റത്തിലൂടെ ഒരു കാര്യം ഉണ്ടായുള്ളൂ, അത് ആ അധികാര വികേന്ദ്രീകരണം മാത്രമാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാരം താഴെത്തട്ടിലേക്ക് കൊടുക്കണം, ഇത്ര മാത്രമേ ഭരണഘടനാ മാറ്റത്തിലുള്ളൂ. ചില അധികാരങ്ങൾ കേന്ദ്രത്തിൻ്റെ സംസ്ഥാനത്തിനും, സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങൾ താഴെത്തട്ടിലെ ത്രിതല പഞ്ചായത്തുകൾക്കും കൊടുക്കണം. ഇതാണ് അധികാര വികേന്ദ്രീകരണ നിയമം. ഞാൻ എല്ലാം പറയുന്നില്ല, അതിൻ്റെ താല്പര്യം മാത്രമേ പറഞ്ഞു. ശരി, ഇങ്ങനെ അധികാരം വികേന്ദ്രീകരിച്ച് താഴെത്തട്ടിൽ പഞ്ചായത്തിന് കൊടുത്താൽ പഞ്ചായത്തുകൾ ഭരണകൂടമായി മാറില്ല. ഭരണകൂടമായി മാറാതിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഇടപെടൽ ഈ ആഗോളവൽക്കരണ പശ്ചാത്തലത്തിൽ കഴിയില്ല. ഇവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ തിരിച്ചറിവ്. അതുകൊണ്ട് താഴെത്തട്ടിൽ ഒരു ഭരണകൂടം തന്നെ ഉണ്ടാക്കണം, ഭരണകൂടം ഉണ്ടാവണം താഴെ. ആ ഭരണകൂടം ലോകബാങ്കിൻ്റെ ഭരണകൂടത്തിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന ഭരണകൂടമല്ല, IMFൻ്റെ ഭരണകൂട കോൺസെപ്റ്റിൽ വരുന്ന ഭരണകൂടമല്ല, ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ കോൺസെപ്റ്റിൽ വരുന്ന ഭരണകൂടമല്ല, ലോകത്തെങ്ങും കാണാത്ത ഒരു ജനകീയ ഭരണകൂടം. അങ്ങനെ ഒരു ഭരണകൂടം താഴെത്തട്ടിൽ സൃഷ്ടിച്ചെടുത്താൽ ആ ഭരണകൂടത്തിന് നിലവിലുള്ള 2 ഭരണകൂടങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിൽ ഇടപെടാൻ കഴിയും. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ആഗോളവൽക്കരണത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ഇടപെടാൻ പറ്റാത്ത പ്രതിസന്ധിയിലാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും ആ പ്രതിസന്ധി ഉണ്ട്. ഇപ്പം തന്നെ കടമെടുക്കേണ്ട കാര്യം നമുക്കറിയാം, ഇത്ര ശതമാനമേ കടമെടുക്കാവൂ. കാരണം നമ്മുടെ നാട്ടിലെ ധനക്കമ്മി ഉയരരുത് എന്ന് ലോകബാങ്ക് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഉയരരുത് എന്ന് പറഞ്ഞത്? ധനക്കമ്മി ഉയരണമെങ്കിൽ ഭരണകൂടം കടമെടുത്ത് അല്ലെങ്കിൽ ഭരണകൂടം പണം സമാഹരിച്ച് ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ധനക്കമ്മി ഉയരും. ധനക്കമ്മി ഉയർന്നാൽ അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് കൊടുത്തു എന്നാണ്. ജനങ്ങൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഇടപെട്ടു എന്നാണ് അർത്ഥം. ഭരണകൂടം ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത് ആഗോളവൽക്കരണത്തിന് എതിരാണ്. അപ്പം ആഗോളവൽക്കരണ നയം ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു തന്ത്രമാണ് ബഡ്ജറ്റിലൂടെ ധനക്കമ്മി
ഉയരരുത് എന്ന് പറയുന്നത്. ധനക്കമ്മി ഉയർത്താതെ നിർത്തിയാൽ ഭരണകൂടത്തെ ഇടപെടലിൽ നിന്നും മാറ്റി നിർത്താം. ഇതാണ് തന്ത്രം. നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഓരോ വാക്കുകളും എടുത്ത് പറഞ്ഞുതരാം. ഓരോ വാക്കുകളും അതിൽ മുഴുവൻ ആഗോളാക്കളുടെ നിയമമാണ്. ഈ ധനക്കമ്മി കുറയ്ക്കണം എന്നുള്ളത് കേരളത്തിന് മാറ്റാൻ പറ്റുമോ? നെവർ, ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പക്ഷെ പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ ധനക്കമ്മി ഉണ്ടോ? ഇല്ല. പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ ലോകബാങ്ക് പറയുന്ന പിന്നെ ബഡ്ജറ്റിലെ അല്ലെങ്കിൽ ബഡ്ജറ്റിനനുബന്ധിച്ച രേഖകളിലെ ടെർമിനോളജികളൊന്നുമില്ല. കാരണം അത് ഇവരുടെ പെർവ്യൂവിൽ വരുന്ന ഭരണകൂടമല്ല. അതുകൊണ്ട് ധനക്കമ്മി കുറച്ചു നിർത്തിക്കൊണ്ട് ഭരണകൂടത്തെ പിൻവലിച്ച് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കുറഞ്ഞ് ഫിനാൻസ് ക്യാപിറ്റൽ വളരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ആഗോള പശ്ചാത്തലത്തിൽ അങ്ങനെ അല്ലാത്തൊരു ഭരണകൂടത്തെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞത്, നടപ്പിലാക്കിയത് കേരളത്തിലാണ്. ആശയത്തിന് നേതൃത്വം നൽകിയത് EMS ആണ്. ആണ് വിഷയത്തിൻ്റെ പ്രത്യേകത. ശരി, എങ്ങനെയാ അതിന് വഴിയൊരുക്കിയത്? എങ്ങനെയാ അത് ഭരണകൂടമായത്? നോക്കൂ, അധികാര വികേന്ദ്രീകരണം ഭരണഘടനാപരമായി കിട്ടി. ശരി, കേരളം ജനകീയാസൂത്രണ പ്രക്രിയയിലൂടെ 3 പ്രധാനപ്പെട്ട ആശയങ്ങൾ കൂടി എഴുതി ചേർത്തു. ഈ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല. ഇപ്പം ചില സംസ്ഥാനത്ത് കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കേരളം അന്ന് 96-ൽ തന്നെ ഈ 3 ഘടകങ്ങളും ചേർക്കുകയാണ്. ഒന്ന്, ആസൂത്രണ വികേന്ദ്രീകരണം. ഇത് ലോകത്ത് ആദ്യമാണ്. ആഗോളവൽക്കരണ പശ്ചാത്തലത്തിൽ കേരളത്തിൻ്റെ പാഠങ്ങളിൽ നമ്പർ 1, കേരളം മുന്നോട്ട് വെച്ച ബദലുകൾ നമ്പർ 1, ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ബദലുകൾ നമ്പർ 1 ആസൂത്രണ വികേന്ദ്രീകരണം. ഇതുവരെ ആസൂത്രണം കേന്ദ്രീകരിച്ച് വലിയ വലിയ വിദഗ്ധരായിട്ടുള്ളവർ മാത്രം ചേർന്ന് നടത്തേണ്ട ഒന്നാണ് എന്നാണ് പൊതുധാരണ. നെവർ. അത് ജനങ്ങൾക്കും പറ്റും, സാധാരണക്കാർക്കും പറ്റും, ജീവിതം മനസ്സിലാക്കി ആർക്കും പറ്റും എന്ന് തെളിയിച്ചത് കേരളമാണ്. കേരളത്തിൻ്റെ പാഠം. ആസൂത്രണം വികേന്ദ്രീകരിച്ചു. താഴെത്തട്ടിൽ പഞ്ചായത്തിന് പദ്ധതി ഉണ്ടാക്കാം, പഞ്ചായത്തിന് പദ്ധതി നിർവഹണം നടത്തുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ഇതാണ് താഴെത്തട്ടിൽ ഭരണകൂട നിർമ്മാണത്തിൻ്റെ തുടക്കം. മറ്റത് അതുവരെ പഞ്ചായത്തുകൾ സിവിക് ഡ്യൂട്ടീസ് നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു. സിവിക് ഡ്യൂട്ടീസ് നടത്തിയിരുന്നത്. ഇവിടെ ലൈറ്റ് ഉണ്ടോ, അവിടെ വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ, ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ നയവും സർക്കാരിൻ്റെ പണവും ഉപയോഗിച്ച് അതൊക്കെ ചെയ്തു കൊടുത്ത് എത്തിച്ചു കൊടുക്കുന്ന സിവിക് ഡ്യൂട്ടീസ് നടത്തിയിരുന്ന സ്ഥാപനങ്ങളായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഭരണകൂടമായിട്ട് മാറുകയാണ്. സംസ്ഥാന സർക്കാർ പോലെ തന്നെ ഭരണകൂടം. അതിന് വഴിയാണ് ഞാൻ പറഞ്ഞത് ആസൂത്രണ വികേന്ദ്രീകരണം. പഞ്ചായത്തുകൾക്ക് ചെയ്യാം ആസൂത്രണം വളരെ മനോഹരമായി. ആസൂത്രണത്തിൻ്റെ സമസ്ത മേഖലകളുടെയും കലാപരമായ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സുന്ദരമായ പ്ലാൻ പഞ്ചായത്തിനുണ്ടാക്കാം. അങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് എന്നൊന്നുമില്ല ഞാൻ പറഞ്ഞത്, ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആസൂത്രണം വികേന്ദ്രീകരിച്ചു. പഞ്ചായത്തിന് ഭരണകൂടത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പായി. സിവിക് ഡ്യൂട്ടീസ് നടത്തുന്ന പഞ്ചായത്ത് ഭരണകൂടമാകാനുള്ള ആദ്യത്തെ കാൽവയ്പ്പാണിത്. അതെത്ര കണ്ട് ജനകീയമാക്കുന്നുവോ അത്ര കണ്ട് വെറും ഭരണകൂടമല്ല, ജനകീയ ഭരണം കൂടിയാവും. ജനകീയ ഭരണകൂടമാണ് നിർമ്മിക്കുന്നത്. ജനകീയ ഭരണകൂടത്തിന് ആസൂത്രണം അത്ര കണ്ട് ജനകീയമാക്കണം. ശരി, അപ്പം 2 കാര്യങ്ങളായി. പഞ്ചായത്തിന് അധികാരമായി, പഞ്ചായത്തിന് ആസൂത്രണത്തിന് അധികാരമായി. അതുകൊണ്ടും പഞ്ചായത്ത് ഭരണകൂടമാവില്ല. കാരണം ജനങ്ങൾ പറയുന്നതെല്ലാം ജനങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് ചെയ്താലേ അത് ഭരണകൂടമാവുള്ളൂ. അവർക്ക് ഇടപെടാൻ സാധ്യതയുണ്ടാകും. മൂന്നാമത്തെ, അതിനുവേണ്ടി കേരളം മാത്രം, കേരള പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ ഘടകം, കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് നല്ല ഒരു ശതമാനം തുക താഴെത്തട്ടിൽ പഞ്ചായത്തുകൾക്ക് കൊടുക്കുകയാണ്. അന്ന് കേരളത്തിൻ്റെ പട്ടികാതി വികസന ബഹുമാനപ്പെട്ട മന്ത്രി അന്നും നമ്മുടെ കൂടെയുള്ള സഖാവ് കെ രാധാകൃഷ്ണൻ തന്നെയാണ്. 100%, 100അല്ല 90, 80%, 85% സംസ്ഥാനത്തിൻ്റെ പണം പഞ്ചായത്തുകൾക്ക് വികേന്ദ്രീകരിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. താഴെത്തട്ടിൽ പണം. ചിന്തിക്കാൻ പറ്റില്ല മറ്റൊരു സംശയം. എന്താണ് കേരളം ചെയ്ത് വ്യത്യസ്തത? എന്താണ് EMS മുന്നിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബദൽ?
എന്താണ് ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച ആശയം? താഴെത്തട്ടിലേക്ക് പണം വരുന്നു, ഒറ്റ ദിക്കിലും ചെയ്തിട്ടില്ല. ഇതാണ് പാഠം. അതിലൂടെ ഭരണകൂടമായിട്ട് മാറുകയാണ്, പതുക്കെ 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 ഭരണകൂടമായിട്ട് മാറുകയാണ്. പണം കിട്ടി. യെസ്, ഇവിടെ ഒരു പൊളിറ്റിക്സ് കൂടിയുണ്ട്. അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഇതെങ്ങനെ ആഗോളവൽക്കരണത്തിനെതിരാവുന്നത് എന്നുകൂടി കേട്ടോളൂ. വെരി സിമ്പിൾ. ഭരണകൂടം പിൻവലിഞ്ഞ് ഫിനാൻസ് ക്യാപിറ്റലിനെ വളർത്തുക എന്ന ആഗോള നയത്തിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തുകൾ ഭരണകൂടമായി മാറുമ്പോൾ പഞ്ചായത്തിൻ്റെ എല്ലാ സെക്ടറുകളിലും പഞ്ചായത്തിന് യഥേഷ്ടം ഇടപെടാം. പിൻവലിയാതിരിക്കുമ്പോൾ സ്വതന്ത്ര മാർക്കറ്റിൻ്റെ വളർച്ചയ്ക്ക് പരിമിതിയുണ്ടാകും, അതിന് സാധ്യത കുറയും. ആഗോള ദേശീയ സംസ്ഥാന സാധ്യതകളൊക്കെ ഉണ്ട് എന്നതും വിസ്മരിക്കുന്നില്ല. എങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വളരെ വിദഗ്ധമായിട്ടുള്ള ഫിനാൻസ് ക്യാപിറ്റലിൻ്റെ വളർച്ചയ്ക്ക് തടയിടാൻ ആ ഭരണകൂടത്തിൻ്റെ ജനകീയമായ ഇടപെടലിലൂടെ കഴിയും എന്ന് പറയുമ്പോൾ കൃത്യമായ ആഗോളവൽക്കരണത്തിൻ്റെ സമരം തന്നെ, അതിനെതിരായ സമരം തന്നെയാണ്, ബദൽ തന്നെയാണ്. ഭരണകൂടം സൃഷ്ടിച്ച് ഭരണകൂടത്തെ കൊണ്ട് ഇടപെടുകയാണ്. സ്കൂള് പഞ്ചായത്തിൻ്റെയാണ്. പൊതുവിദ്യാഭ്യാസം നിലനിർത്തുക ആഗോളവൽക്കരണത്തിൽ വിഷയമല്ല. എന്തുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരുകൾ നടത്തി? ആഗോളവൽക്കരണത്തിൻ്റെ സമരമാണ്. ആഗോളവൽക്കരണം ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം സ്വകാര്യവൽക്കരണമാണ്, ആഗോളവൽക്കരണ നയമാണ്. ബദൽ എങ്ങനെ അതിനെ പൊതുരംഗത്ത് കൊണ്ടുവരിക? ആർക്ക് ഏറ്റവും നന്നായി കൊണ്ടുവരാൻ കഴിയും? ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. ദാ സ്കൂൾ കൊടുക്കുന്നു, പോരാ. ആശുപത്രി കൊടുക്കുന്നു, പോരാ. കൃഷിഭവൻ കൊടുക്കുന്നു. അതെങ്ങനെയെന്ന് ഞാൻ പിന്നീട് പറയാം. ഇതിലൂടെയെല്ലാം പഞ്ചായത്തിന് ഇടപെടാം. അപ്പം ഈ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആഗോളവൽക്കരണത്തിൻ്റെ 3 പതിറ്റാണ്ടുകൾക്കുള്ളിൽ കേരളം ലോകത്തിന് മാതൃകയായി ഇതിലൂടെ മാറുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ ചെറുത്തുനിൽപ്പ്, ഇങ്ങനൊരു വഴിയുണ്ട് എന്ന ഒരു പാഠം കേരളം നൽകുന്നു. തീർന്നില്ല. 3 കാര്യങ്ങളേ ഉള്ളൂ. അധികാരം, 2 ആസൂത്രണം, 3 പിന്നെ സമ്പത്തിൻ്റെ വികേന്ദ്രീകരണം. ഇതുകൊണ്ടും പഞ്ചായത്ത് സർക്കാരാവില്ല. പഞ്ചായത്ത് അതിനു മുമ്പ് സിവിക് ഡ്യൂട്ടീസ് നടത്തിയിരുന്നു. അതിന് പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല. കുറച്ച് ക്ലാർക്കുമാരും കുറച്ച് സംവിധാനം മാത്രമേ ഉള്ളൂ. ഒരു ഭരണകൂടത്തിൻ്റെ വ്യാപകമായി ഇടപെടലിൻ്റെ സാധ്യതയില്ല. അതും മാറ്റിയാലേ അത് ഭരണകൂടമാവുള്ളൂ. അതിനാണ് ഭരണപരമായ വികേന്ദ്രീകരണം. അങ്ങനെയാണ് സ്കൂള് പഞ്ചായത്തിന് കിട്ടുന്നു, ആശുപത്രി പഞ്ചായത്തിന് കിട്ടുന്നു, കൃഷിഭവൻ പഞ്ചായത്തിന് കിട്ടുന്നു. കൃഷി എന്ന പദ്ധതി നടപ്പിലാക്കാൻ കൃഷിഭവനുണ്ട്. പഞ്ചായത്തിൽ പിന്നെ വിദ്യാഭ്യാസം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പുണ്ട്. ആരോഗ്യകാര്യങ്ങൾ നോക്കാൻ ആരോഗ്യ വകുപ്പുണ്ട്. അത് ഡീസെൻട്രലൈസ് ചെയ്ത് കിട്ടുന്നു. പഞ്ചായത്തിന് വകുപ്പുകളാകുന്നു, പഞ്ചായത്ത് ഭരണകൂടമാകുന്നു. ഇത്രയും മനോഹരമായൊരു ചെറുത്തുനിൽപ്പ് ആഗോളവൽക്കരണത്തിൽ ഒരുപക്ഷെ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ഇല്ല എന്നുള്ളതാണ്. പൊതുവായ ചെറുത്തുനിൽപ്പ്, വളരെ മൂർത്തമായ സ്പെസിഫിക്കായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ രൂപം കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ തന്നെയാണ്. അങ്ങനെ ഈ 4 ഘടകങ്ങളിലൂടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ ഭരണകൂടമാക്കി മാറ്റുകയാണ്. ഈ ഒരു തിരിച്ചറിവ് പഞ്ചായത്തുകൾക്കുണ്ടാവണം. ഈ പഞ്ചായത്തുകളിലെ ഈ ആസൂത്രണ പ്രക്രിയയിലൂടെ ആഗോളവൽക്കരണ സങ്കല്പങ്ങൾ കടന്നു വന്നാൽ ഇതിനെല്ലാം തിരിച്ചടി ഉണ്ടാവുകയാണ്. അവിടെയാണ് കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം കൊടുക്കണം. പോരാ. വികസനത്തിൽ ഒരു ചെറുത്തുനിൽപ്പുണ്ട്, പ്രാദേശിക വികസനത്തിൽ. അതിൻ്റെ കാരണം ഞാൻ വളരെ വിശദമായി പോകുന്നില്ല. പ്രാദേശികമായ ചെറുത്തുനിൽപ്പ് ഞാനീ പറഞ്ഞ ചെറുത്തുനിൽപ്പിൻ്റെ തുടർച്ചയായിട്ടുള്ളതാണ്. ഗ്ലോബലൈസേഷൻ ആഗ്രഹിക്കുന്നത് നാടിൻ്റെ തനതായ ഒന്നും വളരരുത് എന്നുള്ളതാണ്. ചുരുക്കി പറയാനുള്ളൂ. ഇത് ഒരു മണിക്കൂർ പറയേണ്ട വിഷയമാണ്. ഒരു ഗ്രാമത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ തനത് സമ്പത്ത് വളരരുത്. വളർന്നാൽ അവിടെ സ്വാശ്രയത്വം ഉണ്ടാവും. സ്വാശ്രയത്വം ഉണ്ടായാൽ സ്വാശ്രയ സമ്പദ് വ്യവസ്ഥയുണ്ടാവും. സ്വാശ്രയ സമ്പദ് വ്യവസ്ഥയുണ്ടായാൽ ഫിനാൻസ് ക്യാപിറ്റലിൽ കടന്നു വന്ന ആധിപത്യം സ്ഥാപിക്കാൻ കഴിയില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ.
ആഗോളവൽക്കരണം ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു രാജ്യത്തിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ തനതായ ഒന്നും വളരരുത്. അതിനാണ് ആസിയൻ കരാർ ഉണ്ടാക്കിയത്. ആസിയൻ കരാർ അതിനാണ്. ഇറക്കുമതി ചെയ്തോളൂ. നിങ്ങൾ എന്തിനേ വില കൂടി സാധനങ്ങൾ വാങ്ങുന്നത്? ഭരണകൂടം അതിന് വില കുറച്ച് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയ പോരാ, നിങ്ങൾ ഇറക്കുമതി ചെയ്തോളൂ. ഇറക്കുമതി ചെയ്യാൻ കരാറുണ്ടാക്കിയത് രാജ്യത്തിൻ്റെ തനതായ കാർഷിക വളർച്ചയെ തളർത്താനാണ് എന്നുള്ള പഠനം നിരവധി വന്നു കഴിഞ്ഞിട്ടുണ്ട്. തനതായ സാമ്പത്തിക വളർച്ച, കാർഷിക വളർച്ച, അതാണ് ശ്രീ പ്രഭാത് ഇവിടെ പറഞ്ഞത്. അത്തരത്തിലുള്ള കാർഷിക വളർച്ച തടയപ്പെട്ടിരിക്കുന്നു. അപ്പം തനതായ ഒന്നും വളരരുത്, അതിനു വേണ്ടിയിട്ടാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. ആഗോളവൽക്കരണത്തിൻ്റെ മറ്റേ കാലഘട്ടത്തിലാണ് പിന്നെ ആണവ കരാറുണ്ടായത്. ആണവ കരാറ് ഇന്ത്യൻ ഊർജ്ജ മേഖലയെ വളർത്താതിരിക്കാനുള്ള ശ്രമമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഊർജ്ജോൽപാദന ശേഷിയുള്ള തോറിയമുള്ള രാജ്യം ഇന്ത്യയാണ്. ആ തോറിയത്തിൻ്റെ ഒരു മൂലകം പോലും ഇതുവരെ എനർജി കൺവെർഷൻ ഉപയോഗിച്ചിട്ടില്ല ഇന്ത്യ. കാരണം ഇന്ത്യക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യ ആണവ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ ആണവ കരാർ ഒപ്പിട്ടപ്പോൾ ഇടതുപക്ഷം ഇറങ്ങിപ്പോകുന്നത് ഇതുകൊണ്ടാണ്. ഈ ചെറുത്തുനിൽപ്പിൻ്റെ വളരെ നൈസർഗികമായ ആശയങ്ങളുള്ള ഇടതുപക്ഷത്തിന് മാത്രമേ ആ കരാർ ഇന്ത്യൻ സാധ്യത വളരാതിരിക്കുവാനുള്ള കരാറാണ് എന്ന് തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളത് കൊണ്ടാണ് അന്ന് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ആ തോറിയം ഇന്നും ഒരു മൂലകം പോലും കൺവെർട്ട് ചെയ്തിട്ടില്ല. ഇതിനേക്കാൾ ഊർജ്ജ സാധ്യത കുറവുള്ള യുറാനിയം, എൻറിച്ച്ഡ് യുറാനിയം അമേരിക്കയിലുണ്ട്. അതാണ് ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത്, സാധ്യതകളെ ഇല്ലാതാക്കിക്കൊണ്ട് ശൂന്യതകൾ സൃഷ്ടിച്ച് ഫിനാൻസ് ക്യാപിറ്റൽ ഇറങ്ങി വരുന്നു. വരാൻ പോകുന്നത് നോളജ് ഇക്കോണമിയാണ്. ഇവിടെയാണ് പഞ്ചായത്തുകളുടെ വികസന തന്ത്രങ്ങളും മാറേണ്ടത്. ഈ 4 ഘടകങ്ങൾ മാത്രം പോരാ, വികസനത്തിലും അതുപോലെയുള്ള തന്ത്രങ്ങൾ ഉണ്ടാകണം. ഭരണകൂടമായി എന്നുള്ളത് ശരിയാണ്, ഭരണകൂടത്തിൻ്റെ വികസന തന്ത്രങ്ങളിലും ഇത് പ്രതിഫലിക്കണം. എങ്കിലേ പ്രാദേശികതയുടെ വളർച്ച അവിടെ ഉണ്ടാവുകയുള്ളൂ. എങ്കിലേ ആ ഗ്രാമത്തിൻ്റെ തനിമ വളരുകയുള്ളൂ. ആ തനിമകളുടെ സമഷ്ടിയിലാണ് സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ തനിമയോടെ വളരുകയുള്ളൂ. യഥാർത്ഥത്തിൽ അതിൻ്റെ എക്സ്റ്റൻഷനിലൂടെ, അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ വികസനത്തിൻ്റെ വളർച്ചയുടെ സമഷ്ടിയിലൂടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ വളരുള്ളൂ. അതാണ് ബദല്. ഇതാണ് പഠിപ്പിക്കേണ്ടത്. ഇതാണ് EMS നമുക്ക് പറഞ്ഞു തന്നത്. അപ്പം അതുകൊണ്ട് ആ രീതി ഞാൻ അങ്ങനെ അതെങ്ങനെയാണ് വികസനം എന്നുള്ളത് നമ്മുടെ വിഷയത്തിൽ ഇവിടെ ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിലേതായാലും ആ വിഷയത്തിൽ മൂലധനത്തിൻ്റെ പ്രാധാന്യം, ഉൽപാദനത്തിന് പ്രാധാന്യം, ഫിനാൻസ് ക്യാപിറ്റലായിട്ട് മാറും എന്നുള്ളത് കൊണ്ട് മൂലധനം ഉൽപാദന മേഖലയിലേക്ക് പോകരുത് എന്നാണ് സങ്കല്പം. നമ്മുടെ വികസന നയങ്ങളിൽ, പഞ്ചായത്തിൻ്റെ വികസന നയങ്ങളിൽ ഉൽപാദനത്തിന് ത്രസ്റ്റ് ഉണ്ടാവണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഫിനാൻസ് ക്യാപിറ്റൽ നേരെ വിപരീത ദിശയിലാണ് പഞ്ചായത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നത്. സംസ്ഥാനത്തിന് അങ്ങനെ പ്രവർത്തിച്ചൂടെ? സംസ്ഥാനത്ത് ഇടതുപക്ഷമല്ലേ ഭരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ഇടതുപക്ഷം ബദലുണ്ടാക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷം ബദലുണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ പരിമിതിയുണ്ട്. കാരണം അഖിലേന്ത്യാ സാമ്പത്തിക നയത്തിൻ്റെ ഉള്ളിലാണ്. ഇപ്പം GST പ്രഭാതോട് പറഞ്ഞില്ലേ, GST അത് ആഗോളവൽക്കരണത്തിൽ ലോകബാങ്ക് ക്രിയേറ്റ് ചെയ്ത ഒരു സാമ്പത്തിക പ്രക്രിയയാണ്. സെൻട്രലൈസേഷൻ കേട്ടാ, സെൻട്രലൈസേഷനാണ്, കേന്ദ്രീകരണം. അത് ആഗോളവൽക്കരണ നയമാണ്. ഫിനാൻസ് ക്യാപിറ്റലിന് ഏറ്റവും ഇഷ്ടമുള്ളത് കേന്ദ്രീകരണമാണ്. ഫിനാൻസ് ക്യാപിറ്റലിന് ഏറ്റവും വെറുപ്പുള്ളത് വികേന്ദ്രീകരണമാണ്. വികേന്ദ്രീകൃത സംവിധാനത്തിലെ സാമ്പത്തിക സാധ്യത അനന്തമാണ്. അവിടെയാണ് തൊട്ടടുത്ത് സഹകരണ സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. നമ്മുടെ ഇക്കോണമിയിലുള്ള സമ്പത്തിനെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനം പഞ്ചായത്തിലുണ്ട്. കലാപരമായി ആ സാമ്പത്തിക സാധ്യതകളെ കൂടി ഉപയോഗിച്ച് ഈ പറയുന്ന ദിശാബോധത്തോടു കൂടി ഉൽപാദനം വർദ്ധിപ്പിച്ച് സമ്പത്തിൻ്റെ വിതരണവും പാരിസ്ഥിതിക സന്തുലനവും അതുപോലെ തന്നെ വർഗീയതയുടെ വളർച്ചയെ തടയാൻ പറ്റുന്ന സാമൂഹിക സ്വസ്ഥതയും ചേർന്നതിനെയാണ് യഥാർത്ഥത്തിൽ പ്രാദേശിക വികസനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ പ്രാദേശിക വികസനത്തിൻ്റെ സാധ്യതകൾ അക്ഷരാർത്ഥത്തിലൊന്ന് പഠിച്ച് വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ആഗോളവൽക്കരണത്തിന് കൃത്യമായ മൂർത്തമായ സോഷ്യലിസ്റ്റ് ബദലല്ല, തൽക്കാലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിലുള്ള ബദൽ എന്ന് പറയാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് ഏറ്റവും ദീർഘവീക്ഷണത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നത് സഖാവ്
EMS ആണ്. അത് 25 വർഷം കഴിഞ്ഞ് 30 വർഷത്തിലേക്ക് കടക്കുമ്പോൾ പഞ്ചായത്തുകളിൽ വളരെ കൃത്യമായി വിലയിരുത്തപ്പെടണം. ഈ ആഗോളവൽക്കരണ ബദൽ സന്ദേശം അവിടെ എത്തിക്കണം. അതിലൂടെ പ്രാദേശികതയെ അവിടെ വികസിപ്പിച്ചെടുക്കണം. അങ്ങനെ തന്നെ ജലസ്രോതസ്സുകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് 3 തരത്തിലുള്ള മാലിന്യങ്ങളാണുള്ളത്, പ്രശ്നങ്ങളാണ്. 1 അന്തരീക്ഷ മലിനീകരണം, 2 ജലമലിനീകരണം, 3 മണ്ണിൻ്റെ മലിനീകരണം. ഈ 3 മലിനീകരണങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. ഇത് അതിശയോക്തിയാണെന്ന് തോന്നരുത്. ഇതെല്ലാം ഫിനാൻസ് ക്യാപിറ്റൽ നിർമ്മിതികളാണ്. ഫിനാൻസ് ക്യാപിറ്റൽ വളരുമ്പോൾ മാനവികത തളരുകയാണ്. ഫിനാൻസ് ക്യാപിറ്റൽ ഗ്രോത്ത് റേറ്റ് അത് എത്ര സ്പീഡിലാണ് മുകളിലേക്ക് പോകുന്നത്, അതിൻ്റെ എതിർദിശയിൽ അതേ സ്പീഡിൽ മാനവികതയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുറകോട്ട് പോവുകയാണ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഫിനാൻസ് ക്യാപിറ്റൽ വളരുന്നത് ഒരു ദിശയിൽ, മാനവികതയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും എതിർദിശയിൽ. അതുകൊണ്ട് അതിനെല്ലാം തളർത്തിയാലും പ്രശ്നമില്ല, ഏത് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടായാലും പ്രശ്നമില്ല. ഫിനാൻസ് ക്യാപിറ്റൽ വളരണം എന്ന് മാത്രമേ സാമ്രാജ്യത്വത്തിന് മൂലധനത്തിനുള്ളൂ. അതുകൊണ്ട് പാരിസ്ഥിതിക സന്തുലനം എന്ന വിഷയവും അത്തരത്തിലെല്ലാം നമ്മുടെ പ്രാദേശികമായിട്ടാണ് ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാൻ കഴിയുക. ആ രീതിയിൽ കേരളത്തിൻ്റെ പാഠങ്ങളെ കുറെ കൂടി അർത്ഥപൂർണമായ സമ്പന്നമായ പാഠങ്ങളായി വികസിപ്പിക്കുവാനുള്ള ഊർജം സമ്പാദിക്കുക എന്നുള്ളതാണ് EMS സ്മൃതിയുടെ അവതരണത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വിപുലമായ ഒരു മേഖലയിലെ വളരെ സ്ഥൂലമായ തലത്തിലുള്ള ഒരു ചർച്ച നേരത്തെ നമുക്ക് പ്രഭാത് അവതരിപ്പിച്ചു. വളരെ സൂക്ഷ്മമായ നമ്മുടെ കൺമുമ്പിലെ, നമ്മുടെ ചുറ്റുമുള്ള പ്രവർത്തനത്തിലെ വലിയ ഒരു സംഭാവനയുടെ തലം രവീന്ദ്രൻ മാഷും നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. അല്പസമയം നമുക്ക് അധികരിച്ചിട്ടുണ്ട് തുടങ്ങുന്നില്ല വൈകൽ മൂലം. അടുത്ത സെഷൻ ആരംഭിക്കേണ്ടത് അത്ര തന്നെ വൈകി എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ സെഷന് നന്ദി പ്രകാശിപ്പിക്കുന്നത് യുവജന പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന പോരാളി, കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ഗ്രീഷ്മ അജയഘോഷാണ്. സഖാവിനെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, നവ ഉദാരവൽക്കരണം ഒരു വിമർശനം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് പ്രൊഫസർ പ്രഭാത് പട്നായിക്കിൻ്റെ വിഷയാവതരണമാണ് ആദ്യമായി നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിലും ഓൺലൈൻ മുഖേന നമ്മളുമായി സംവദിക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. തീർച്ചയായിട്ടും സംഘാടക സമിതിക്ക് വേണ്ടിയും ഇവിടെയുള്ള ഓരോരുത്തരുടെ പേരിലും അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ അധികാര വികേന്ദ്രീകരണം, കേരള പാഠങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ലളിതമായും എന്നാൽ വളരെ ആശയ സമ്പുഷ്ടതയോടുകൂടിയും നമ്മുടെ ഒപ്പം എപ്പോഴുമുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷ് വളരെ വിശദമായി തന്നെ വിഷയാവതരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. ഈ സെഷന് അധ്യക്ഷം വഹിച്ചിരുന്ന അക്കാദമിക് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള UP ജോസഫേട്ടൻ, സ്വാഗതം ആശംസിച്ച ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ നേതാവ് നഫീസേച്ചി, വേദിയിലുണ്ടായിരുന്ന രാധാകൃഷ്ണേട്ടൻ, MM വർഗീസേട്ടൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പേർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ സെഷന് ഔപചാരികമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പ്രിയമുള്ളവരെ, അഭിവാദ്യങ്ങൾ.